ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ സ്പോട്ടിലുള്ള മൂവ്മെൻറ്റ് പോലെയല്ല സ്ട്രൈക്കിൽ വരുന്നത്. സ്ട്രൈക്കിൽ നമുക്ക് വലിയ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല. സ്പോട്ടിലുള്ള ഈ ഒരു മൂവ്മെൻറ്റ് സ്ട്രൈക്കിൽ കിട്ടിയിട്ടില്ല, അതാണ് അടുത്ത കാര്യം. അപ്പോൾ എന്നാലും പ്രശ്നമില്ല, നമുക്ക് അത്യാവശ്യം നല്ല ട്രേഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാങ്ക് കൂടിയും കാണിച്ചു തരാം കേട്ടോ. ബാങ്ക് അത്യാവശ്യം കൺസോൾട്ടേഷനാണ്, അവിടെ കാണാൻ പറ്റും. 10-ാം തീയതി ഇതാണ് ഡേറ്റ്. ഫുൾ കൺസോൾട്ടേഷനുള്ള കാര്യങ്ങളാണ് ബാങ്കിലാണ് നടന്നേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലൂടെ നിഫ്റ്റിക്ക് പെർഫോം ചെയ്യാൻ പറ്റാണ്ടിരുന്നുണ്ടെന്ന്. ഇൻ സ്ട്രൈക്ക് വൈസ് നോക്കുമ്പോഴും വലിയ മൊമെൻ്റ് ഇല്ല മാർക്കറ്റിൽ. നമ്മളൊന്ന് കുറച്ച് സ്ട്രൈക്കിലൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്കൊന്ന് ഫസ്റ്റ് ട്രേഡ് SL ആണ് കേട്ടോ. ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡ് ആണെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡ് ആണെങ്കിലും നിഫ്റ്റി സെൻസസ് രണ്ടും SL തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഫസ്റ്റ് SL വന്നത് 83,400 സീലാണ്. ഇതേപോലെ നിഫ്റ്റിയിലും SL വന്നിട്ടുണ്ട്, അവിടെ കാണാൻ പറ്റും. ഒരെണ്ണം ഡയറക്റ്റ്ലി SL അടിച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള റീ എൻട്രിയാണ് ഇത് അടുത്തത്, മനസ്സിലായില്ലേ? 118 പോയിൻ്റാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു 1:3 അടുത്ത് എത്തിയിട്ടുണ്ട് അടുത്ത ട്രേഡ് കേട്ടോ. അപ്പോൾ SL ഒക്കെ അവിടെ റിക്കവറായി പോവും. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് SL ആണ്, അതിനോടനുബന്ധിച്ച് വന്ന റീ എൻട്രി 1:3 ആണ്. ഇതാണ് നിഫ്റ്റി ട്രേഡ് വരുന്നത്, 25,550 സി. ഫസ്റ്റ് ട്രേഡ് SL ആണ്, റീ എൻട്രി 1:3 ഉണ്ട്. 35 പോയിൻ്റ് വന്നിട്ടുണ്ട്, 1:3 ആണ്. അപ്പോൾ എല്ലാം റിക്കവർ ആക്കാനുള്ള പരിപാടികളാണ് നടന്നിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ആവശ്യം വരില്ല, എല്ലാം ഈസിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 25,650 CL-ആണ്. ഫസ്റ്റ് ട്രേഡ് നമുക്കൊരു 8 പോയിൻ്റാണ് വന്നത്. പിന്നെ 10 മിനിറ്റിനുള്ള എക്സിറ്റ് അടിക്കുകയും വേണം, അല്ലെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാകും നമുക്ക്. രണ്ടാമത്തെ ട്രേഡ് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ട്രേഡിൻ്റെ അത്ര ഒരു മൂവ്മെൻറ്റ് രണ്ടാമത്തെ ട്രേഡിൽ കാണാണ്ടാവില്ല. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഇത് എക്സിറ്റ് അടിച്ച് പോവുക, അത്രയുള്ള ചെയ്യാനുള്ളത്. ഇത് 10 മിനിറ്റിലോണ്ട് നമുക്ക് എക്സിറ്റ് അടിച്ചാൽ കോസ്റ്റ് പോകും, അല്ലെങ്കിൽ പിന്നെ 8 പോയിൻ്റ് എടുക്കേണ്ടി വരും, അത്രയുള്ള കാര്യം കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നത് 25,650 PL-ആണ്. 25,650 PL നമുക്ക് കാണാൻ പറ്റും. വലിയൊരു മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ട്രേഡ് ആക്ടിവേഷൻ ആയിട്ടുണ്ട്. പക്ഷേ 8 പോയിൻ്റ് നേരത്തെ പറഞ്ഞ പോലത്തെ പരിപാടി തന്നെയാണ്. 8 പോയിൻ്റൊക്കെ കിട്ടുള്ളൂ. നമ്മൾ കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഇതിനുമ്പോൾ വരില്ല. നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണത്, അല്ലെങ്കിൽ വലിയ സീനില്ല. ലാസ്റ്റ് വന്ന് ഇവിടെ ഒരു ട്രേഡ് പിന്നെ റീ എൻട്രി ആയിട്ടുണ്ട്. പക്ഷേ അത് 10 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അത് അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കണത്. ഇവിടെയൊക്കെ എക്സിറ്റ് അടിച്ച് പോവാം. ലാസ്റ്റ് മിനിറ്റ് ക്യാനലിൻ്റെ കാര്യം പറയണത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ച് പോവാം, മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാണ്ട് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ലോസസിക്കൊക്കെ പോണത്. ഡയറക്റ്റ്ലി കിടന്ന ലോസ് വേറെ ഉണ്ട്, അല്ലാണ്ട് നമ്മൾ വരച്ച് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ടോട്ടൽ ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്നൊരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുക, അതാണ് പ്രശ്നം അവിടുത്തെ കാര്യം. സ്പോട്ട് നല്ല മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേ സ്ട്രൈക്കിൽ നമുക്ക് ട്രേഡ് ഉണ്ടാക്കി ട്രേഡ് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റിക്ക് നമുക്ക് ഇരിക്കുക. പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഏരിയയിൽ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എത്തുമ്പോൾ നല്ലൊരു മൊമെൻറ്റം വരിക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ഇരിക്കണോണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമുക്ക് തന്നെ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ടാവണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.